ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സമാധാനത്തിന്റെ പുതുയുഗം പിറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന പ്രകാരമുള്ള 3 ലക്ഷം വീടുകളുടെ താക്കോൽദാനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ രാജ്യമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. കേരളം സമർപ്പിച്ച 2 വിനോദസഞ്ചാര പദ്ധതികൾക്ക് 169 കോടി രൂപയുടെ കേന്ദ്രാനുമതി. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ നേട്ടമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുന്നറിയിപ്പ് തള്ളി ഇറാൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ 33,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണവും ശിലാസ്ഥാപനവും നിർവഹിച്ചു. ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സമാധാനത്തിന്റെ പുതുയുഗം ഉദയം ചെയ്യുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നാക്കം നിൽക്കുന്ന ഗോത്ര സമൂഹങ്ങൾക്കായി PM ജൻമൻ യോജന ആവിഷ്കരിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. PM ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം 3 ലക്ഷം ഗുണഭോക്താക്കളുടെ ഗൃഹപ്രവേശന ചടങ്ങും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടച്ചുറപ്പുള്ള വീടുകളിൽ താമസിക്കാനുള്ള സ്വപ്നം ഇതോടെ നിറവേറ്റപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭൻപൂർ റായ്പൂർ റെയിൽവേ ഡിവിഷനിലെ മെമു ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 50 മാവോവാദികൾ സുരക്ഷാസേനയ്ക്ക് മുൻപിൽ കീഴടങ്ങി. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഇത്രയധികം പേർ ഒരേ സമയം അക്രമപാത വിട്ടൊഴിയുന്നത്. കീഴടങ്ങിയവർക്ക് 4 ലക്ഷം രൂപയുടെ ചെക്ക് അധികൃതർ കൈമാറി. നിരവധി വികസന പദ്ധതികൾ ബീഹാറിന് അനുവദിച്ചതിലൂടെ വികസനത്തിന്റെ പര്യായമായി NDA മാറിയിരിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ. ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDA വീണ്ടും അധികാരത്തിലെത്തിയാൽ ബീഹാറിലെ വെള്ളപ്പൊക്ക പ്രശ്നം പരിഹരിക്കുമെന്നും പ്രളയക്കെടുതി പഴങ്കഥയാകുമെന്നും ശ്രീ അമിത് ഷാ വ്യക്തമാക്കി. एक और 5 साल NDA की सरकार बनाई है. हम बिहार को हमेशा के लिए बाढ़ से मुक्त करने का काम करेंगे. बिहार में बाढ़ भूतकाल बन जाए. पश्चिमी कोसी नहर, इसके लिए हमने वित्तीय सहायता दी, जिससे 5,000 हेक्टेयर के अंदर सिंचाई होगी और सांस्कृतिक विकास और बिहार की धरोहरों का सम्मान भी होगा. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ ബീഹാറിന് 2.8 ലക്ഷം കോടി രൂപ അനുവദിച്ചെന്ന് UPAയുടെയും NDAയുടെയും ഭരണ കാലയളവുകളെ താരതമ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രാജ്യമെമ്പാടും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികൾ ഈദ് പ്രാർത്ഥനകൾ നടത്തുകയാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ചെറിയ പെരുന്നാൾ ആശംസ നേർന്നു. ഈ ആഘോഷം സാഹോദര്യം, സഹകരണം, കാരുണ്യം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് ശ്രീമതി ദ്രൌപദി മുർമു പറഞ്ഞു. സാംസ്കാരിക വൈവിധ്യത്തിൽ നിന്നും വ്യക്തികളെ ഒന്നിപ്പിക്കുന്ന പൊതുബന്ധങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശക്തിയായി ഈദ് വർത്തിക്കുന്നുവെന്ന് ശ്രീ ജഗദീപ് ധൻകർ അഭിപ്രായപ്പെട്ടു. ഈ ശുഭമുഹൂർത്തം നമ്മുടെ ഹൃദയങ്ങളിലും വീടുകളിലും സമാധാനവും സന്തോഷവും കാരുണ്യവും നിറയ്ക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തും ഇന്ന് വിപുലമായി ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ജനങ്ങൾക്ക് ചെറിയ പെരുന്നാൾ ആശംസ നേർന്നു. കനിവും സാഹോദര്യവും ഈദ് ആഘോഷത്തിൽ മാത്രമല്ല ജീവിതത്തിലും മാർഗ്ഗദീപമാകട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. പരസ്പര വിശ്വാസത്തിലും സാഹോദര്യത്തിലും ഊന്നിയ സാമൂഹിക ബന്ധങ്ങളുടെ തിളക്കമാണ് ഈദ് ആഘോഷങ്ങളുടെ സവിശേഷതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പാളയം ഇമാം VP ഷുഹൈബ് മൌലവിയും ചെറിയ പെരുന്നാൾ ആശംസ നേർന്നു. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. ഈ ആഘോഷങ്ങളുടെ എല്ലാം ഉദ്ദേശം മനുഷ്യർക്കിടയിൽ സ്നേഹവും പരസ്പര സാഹോദര്യവും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. റമളാന്റെ വ്രതശുദ്ധിയുടെ നിറവിൽ കൂടിയാണ് ലോകത്തുള്ള വിശ്വാസി സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുള്ള വലിയ അവസരമാണിത്. പരസ്പരം ചേർക്കുന്ന കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ അയൽവക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള വലിയ അവസരം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. മണിപ്പൂരിലും അരുണാചൽ, നാഗാലാന്റ് സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലും നിലവിലുള്ള സായുധ സേന പ്രത്യേക അധികാര നിയമം 6 മാസത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രം തീരുമാനിച്ചു.
അഫ്സ്പ നിലവിലുണ്ടായിരുന്ന ഈ പ്രദേശങ്ങളിലെ ക്രമസമാധാന സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം. വംശീയ അക്രമങ്ങളെ തുടർന്ന് ഫെബ്രുവരി 13 മുതൽ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലാണ്. യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 3 വരെ ന്യൂഡൽഹിയിൽ നടക്കും. വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള 75,000-ത്തിലധികം യുവാക്കൾ മൈ ഭാരത് പോർട്ടൽ വഴി അവരുടെ വീഡിയോ എൻട്രികൾ സമർപ്പിച്ചു. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ 3 പ്രധാന ഘട്ടങ്ങളായാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് മുംബൈയിലെത്തും. നാളെ റിസർവ് ബാങ്കിന്റെ 90ാം വാർഷികാഘോഷ സമാപന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ലഹരി വ്യാപനം തടയാനും കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാനും സ്കൂളുകളിൽ അരമണിക്കൂർ സൂംബയ്ക്കായി മാറ്റിവയ്ക്കണമെന്ന ആശയവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ ദിവസവും സ്കൂൾ വിടുന്നതിന് മുമ്പുള്ള അരമണിക്കൂർ കുട്ടികൾക്കായി സൂംബ ഡാൻസ് സംഘടിപ്പിക്കണമെന്നും അടുത്ത അധ്യയന വർഷം മുതൽ ഇത് നടപ്പാക്കാമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 2 വിനോദസഞ്ചാര പദ്ധതികൾക്ക് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ അനുമതി. സ്വദേശ് ദർശൻ 2.0 പ്രകാരം ആലപ്പുഴയിലെ ജല ടൂറിസം പദ്ധതിക്കും മലമ്പുഴയിലെ ഉദ്യാനവും പാർക്കും സൌന്ദര്യവൽക്കരിക്കുന്നതിനുമാണ് അനുമതി ലഭിച്ചത്. 169.05 കോടി രൂപയാണ് പദ്ധതി ചെലവ്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ നേട്ടമാണ് പദ്ധതികളെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 1ാം ഗഡുവായി 10% തുക ഇതിനകം അനുവദിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം തുടരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവ ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് NBC ന്യൂസിന് നൽകിയ ടെലഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കരാർ സംബന്ധിച്ച് US ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടക്കുന്നതായി ട്രംപ് അറിയിച്ചു. അതേസമയം കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ തള്ളി. നേരിട്ട് ചർച്ച നടത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം ഇറാൻ നിരസിച്ചു. ട്രംപിന്റെ കത്തിന് മറുപടിയായാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ നിലപാട് വ്യക്തമാക്കിയത്. മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 1700 കടന്നതായി മ്യാൻമർ സൈനിക മേധാവി. അയൽരാജ്യമായ തായ്ലൻഡിൽ 18 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ. മ്യാൻമറിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് സൈനിക മേധാവി അറിയിച്ചു. മ്യാൻമറിലും തായ്ലൻഡിലും ചികിത്സാ സാമഗ്രികളുടെ ക്ഷാമം നേരിടുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. അതിനിടെ മ്യാൻമർ ഭൂകമ്പം ഉന്നതതല അടിയന്തരാവസ്ഥയാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ജീവൻ രക്ഷിക്കാനും പകർച്ചവ്യാധികൾ തടയാനും അടുത്ത 30 ദിവസത്തിനുള്ളിൽ $8 ദശലക്ഷം അടിയന്തരമായി ആവശ്യമാണ്. രാജ്യത്ത് ശസ്ത്രക്രിയാ സൌകര്യം കുറവായതിനാൽ ഉയർന്ന മരണസംഖ്യയും പരിക്കുകളും അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുമെന്നും WHO വ്യക്തമാക്കി. അതേസമയം മ്യാൻമറിന് സഹായമെത്തിക്കുന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ തുടരുന്നു. വസ്ത്രങ്ങൾ, കുടിവെള്ളം, ഭക്ഷണം, മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ 52 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് മ്യാൻമറിൽ എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ ജയം. ചെന്നൈ സൂപ്പർ കിങ്സിനെ രാജസ്ഥാൻ 6 റൺസിന് തോൽപ്പിച്ചു. അവസാന ഓവറിൽ 5 വിക്കറ്റ് ശേഷിക്കെ ചെന്നൈക്ക് ജയിക്കാൻ 20 റൺ വേണ്ടിയിരുന്നു. എന്നാൽ പേസർ സന്ദീപ് ശർമ്മ എറിഞ്ഞ ഓവറിൽ 13 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. രാജസ്ഥാന്റെ 182 റൺസിന് മറുപടിയായി ചെന്നൈയുടെ ഇന്നിംഗ്സ് 176 റൺസിൽ അവസാനിച്ചു. മറ്റൊരു മത്സരത്തിൽ 5 വിക്കറ്റുമായി ഓസ്ട്രേലിയൻ പേസ് ബൌളർ മിച്ചൽ സ്റ്റാർക്ക് തിളങ്ങിയപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് തുടർച്ചയായ 2ാം ജയം സ്വന്തമാക്കി. ഹൈദരാബാദ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം 16 ഓവറിൽ ഡൽഹി മറികടന്നു. ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സമാധാനത്തിന്റെ പുതുയുഗം പിറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന പ്രകാരമുള്ള 3 ലക്ഷം വീടുകളുടെ താക്കോൽദാനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ രാജ്യമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. കേരളം സമർപ്പിച്ച 2 വിനോദസഞ്ചാര പദ്ധതികൾക്ക് 169 കോടി രൂപയുടെ കേന്ദ്ര അനുമതി. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ നേട്ടമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുന്നറിയിപ്പ് തള്ളി ഇറാൻ.
IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.